കണ്ടൽ സംരക്ഷണത്തിന് പുതുവഴികൾ തേടി ചെറുകുന്ന് താവത്തെ പാറയിൽ രാജൻ അപൂർവമായി കണ്ടുവരുന്ന കണ്ണാമ്പെട്ടിയുടെയും ചക്കരക്കണ്ടിലിന്റെയും വിത്തുകൾ ശേഖരിച്ച് പഴയങ്ങാടി താവം പുഴയോരത്തെ തന്റെ വീടിന് സമീപം നഴ്സറി ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. വർഷങ്ങളായി കണ്ടൽ ചെടികളുടെ സംരക്ഷണത്തിലാണ് മത്സ്യത്തൊഴിലാളി കൂടിയായ പാറയിൽ രാജൻ. അപൂർവമായി കണ്ടുവരുന്ന കണ്ണാമ്പൊട്ടി നട്ടുവളർത്താൻ പുതുവഴിയുമായി കണ്ടൽ സംരക്ഷകൻ പാറയിൽ രാജൻ. കണ്ടൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് കണ്ണാമ്പൊട്ടി. എന്നാൽ ഇവയുടെ തടിയിൽ നിന്നുള്ള കറ വിഷമായതിനാൽ നട്ടുവളർത്താൻ പലരും മടിക്കും. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് രാജൻ. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും കണ്ടൽവേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പ് ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. കണ്ണാമ്പൊട്ടി വിത്ത് കടുകിന് സമാനമാണ്. ഇത് നനവുള്ള മണ്ണിൽ മുളപ്പിച്ച പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുകയാണ് രാജൻ. 2000-ലധികം ചെടി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാണിശല്യം ഉണ്ടാകില്ലെന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. വേര് വള്ളി പോലെയായിരിക്കും. താവത്തു നിന്നാണ് രാജൻ വിത്ത് ശേഖരിച്ചത്. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നു. ഭാര്യ സേതുലക്ഷ്മിയും മക്കളായ യദുരാജ്, പൂജ എന്നിവരും രാജനൊപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.